ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ആൾക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ചീനിച്ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടുപ്പിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ തിളച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ കലം ചൂടാക്കി അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. റൈസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലേശം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫൈനൽ ലുക്കിലേക്കാണ് വരുന്നത്. വെജിറ്റബിൾസും എല്ലാം ടൂട്ടിയും ഫ്രൂട്ടി എല്ലാം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് നമ്മൾ പ്ലേറ്റിലേക്ക് സേവ് ചെയ്ത് കൊടുത്ത ഫൈനൽ ലുക്കാണിത്. പിന്നെ പപ്പടവും സാലഡും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.